ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെൽവിൻ പെറ്റ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയൊരു അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെറൈറ്റിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പക്ഷി തന്നെയാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളിൽ നേരെ ആ വീഡിയോയിലോട്ട് പോയാലോ? ഗൈസ്, ഇന്നത്തെ നമ്മുടെ ചാനലിലെ അതിഥി വേറെ ആരും തന്നെയല്ല, കാട പക്ഷികളാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ക്വിൽസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചാനലിൽ അതിഥിയായ കാട പക്ഷികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. വളരെ കുഞ്ഞന്മാർ തന്നെയാണ് ഇവർ, വളരെ ചെറിയ പക്ഷികളാണ്. വളർത്താൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വെച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പക്ഷിയാണ് കാടപ്പക്ഷികൾ. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ അതിനൊക്കെ ആഹാരമാക്കുന്ന പക്ഷിയാണിവ. പിന്നെ ഇണക്കാൻ അത്ര എളുപ്പമല്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫുഡിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഗോതമ്പ്, അതുപോലെ തന്നെ മറ്റുള്ള ധാന്യത്തിന്റെ പൊടികൾ, പിന്നെ ധാന്യങ്ങൾ, ചോറ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ചിലകൾ അരിഞ്ഞിട്ട് കൊടുത്താൽ അത്, പിന്നെ പച്ചക്കറികളുടെ ചെറിയ ചെറിയ വേസ്റ്റുകൾ, ചെറുതായിട്ട് അരിഞ്ഞ വേസ്റ്റുകൾ, അതുപോലത്തുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് ഇവയ്ക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവയ്ക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പെറ്റ് ഷോപ്പുകളിൽ അതുപോലെ തന്നെ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഇവരുടെ ലൈഫ് സ്പാന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം 3 മുതൽ 4 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെ വില എന്ന് പറയുന്നത് 40 രൂപ മുതൽ 1000 രൂപ വരെയാണ് ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുന്ന കണക്ക്. 1000 രൂപ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു വെള്ള ടൈപ്പ് കാടൊക്കെയാണ്. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണെന്നാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ള വിവരം. അപ്പോൾ 40 രൂപ മുതൽ 1000 രൂപ വരെയാണ് ഇവരുടെ വില ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഇവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശബ്ദത്തിലൂടെ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആണ്. ആണിന് നല്ല ശബ്ദം ഉണ്ടായിരിക്കും, പെണ്ണിന് ശബ്ദം കുറവായിരിക്കും. അതുപോലെ തന്നെ ആണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട്, അതായത് വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വെള്ള കളറാണ്. എന്നാൽ പെണ്ണിൻ്റെ ആ വയറിനെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചെറിയ പുള്ളി തവിട്ട് നിറമാണ് അവയ്ക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആണ്. ഗൈസ്, ഇനി അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ അസുഖമാണ്. അസുഖം മെയിനായിട്ട് വരുന്നത് തന്നെ ഫംഗസ് തന്നെയാണ്. ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും കൂട് വൃത്തി അല്ലാതെ കിടക്കുന്നതിലൂടെയും ഈ ഫംഗസ് കൂടുതലായിട്ട് വരാനുണ്ട്. അത് മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് എപ്പോഴും നല്ല വൃത്തിയായിരിക്കുക, കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും എപ്പോഴും ക്ലീൻ ആയിരിക്കുക, അതുപോലെ കൂട് നല്ല വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മെഡിസിനൽ പ്ലാന്റ്സ് കൊടുക്കുന്നതിലൂടെ ഈ ഫംഗസിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഇവരുടെ കൂടിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വലിയ വിശാലമായ കൂടുകളൊന്നും തന്നെ ഇവയ്ക്ക് വേണ്ടതില്ല. പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൂട് വലുതാക്കുക, ചെറുതാക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവയെ നന്നായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ചെറിയ സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി അധികം ലാഭം ഈ കാടപ്പക്ഷികളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവയെ കൂടുതലായിട്ട് വളർത്താറുള്ളത് ഗ്രില്ലിൻ്റെ കൂടുകളിലാണ്. ഗ്രില്ലിൻ്റെ കൂടുകളിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയോ അതുപോലെ എലിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവയെ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാമ്പോ അങ്ങനെയൊന്നും പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെപ്പോഴും വൃത്തിയായിരിക്കണം. കൂടിൻ്റെ അടിഭാഗം ഈ കമ്പികൾ തന്നെ ആവുന്നതാണ് നല്ലത്. അതിൻ്റെ കാഷ്ടമൊക്കെ പോകാൻ ഏറ്റവും സഹായം കമ്പികൾ തന്നെയാണ്. പിന്നെ കൂടിയിരിക്കുന്ന പരിസരം എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവരുടെ കേജിന്റെ കാര്യത്തിലോട്ട് പറയാനായിട്ടുള്ളത്. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഇവരുടെ ബ്രീഡിങ്ങിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 7ാമത്തെ ആഴ്ചയിൽ മുതൽ ഇവർ മുട്ടയിടാൻ തുടങ്ങും. മുട്ടയിടുന്നത് ഏകദേശം ഒരു 10 മുതൽ 25 മുട്ടകൾ വരെ ഇവരിടാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ബ്രീഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതലായിട്ട് ഇൻക്യുബേറ്റർ പ്രിപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവയെ മുട്ട വിരിയിപ്പിച്ചെടുക്കുന്നത്. ഇൻക്യുബേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇവയുടെ മുട്ട വിരിയിപ്പിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവരുടെ ബ്രീഡിങ്ങിന്റെ കാര്യത്തിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്, കാടക്കോഴികളുടെ ഒരു കൊച്ചു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ദിവസം ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ദിസ് ഈസ് മെൽവിൻ കെ സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.